നമസ്കാരം. നമ്മുടെ രാജ്യം ഇവിടെയുള്ള പൗരന്മാർക്ക് ഏകദേശം എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട്. ഈ മൗലിക അവകാശങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുമുണ്ട്. ഈ മൗലിക അവകാശങ്ങൾ പ്രകാരം നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയാം, വിമർശിക്കാം. അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രീഡമാണ്. ഈ ഫ്രീഡത്തിൽ നിന്ന് നമ്മളെ വിലക്കാൻ വേണ്ടിയിട്ട് വേറെ ആർക്കും ഒരു അധികാരവുമില്ല, അവകാശവുമില്ല. ഇതെല്ലാം നമ്മളുടെ മൗലിക അവകാശമാണ്. എന്നാൽ ഇത്തരം മൗലിക അവകാശങ്ങളൊക്കെ തന്നെ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രം ഒതുങ്ങി പോവുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം മൗലിക അവകാശം ഒരു പൗരനുണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ ചില പൗരന്മാർക്ക് ഒരു ബോധവുമില്ല. എങ്ങനെ വേണമെങ്കിലും ഈ മൗലിക അവകാശത്തെ തടയാം എന്ന രീതിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ബീഫിനുള്ള വിലക്ക്, അതായത് ഭക്ഷണത്തോടുള്ള വിലക്ക്. ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. നമുക്ക് നമ്മളുടെ ടേസ്റ്റിന് യോജിക്കുന്ന രീതിയിൽ നമ്മളുടെ ഇഷ്ടാനുസരണമുള്ള ആഹാരം പാകം ചെയ്ത് ഭക്ഷിക്കാനുള്ള ഇത് നമുക്കുണ്ട്. നമ്മൾ ആരുടെയൊന്നും മോഷ്ടിക്കുന്നില്ല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു, നമ്മൾ കുക്ക് ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്നു. അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് ചെയ്യരുത്, ഇന്നത് കഴിക്കരുത്, ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ മറ്റൊരാൾക്ക് അവകാശമുണ്ടോ? ഇല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കണ്ട. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു റിയൽ ആയിട്ടുള്ളൊരു ലോ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഇപ്പം അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ബീഫിന് വിലക്കുള്ളോ നിങ്ങൾക്കറിയാമല്ലോ. ചില സ്ഥലങ്ങളിൽ പോർക്കിനും സ്ട്രിക്റ്റ് ആയിട്ടുള്ള വിലക്കുണ്ട്. അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വിലക്ക് വന്നേക്കാണ്. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പം ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് വിലക്ക് ഉള്ളവര് അവർക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ കഴിക്കണ്ട. എന്നാൽ കഴിക്കുന്നവരോട് അത് കഴിക്കാൻ പാടില്ലെന്ന് പറയാനുള്ള ഇതുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ ഇത്രയും നാളും ബീഫിനും പോർക്കിനുമായിരുന്നു ആ വിലക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയൊരിതിനൂടെ വിലക്ക് വന്നേക്കാണ് ചിക്കന്. ഞാൻ ആശ്വസിച്ചിരിക്കുമായിരുന്നു, ചിക്കനിലാരും കൈവെക്കുന്നില്ലല്ലോ എന്ന്. എന്നാൽ ഇപ്പൊ ചിക്കനിലേക്കും കൈവച്ചേക്കാണ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭക്ഷിക്കുന്ന ഒരു സംഭവമാണ് ചിക്കൻ. പ്രത്യേകിച്ച് KFC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ UP-യിലുള്ളൊരു KFC സ്റ്റോറ് ഇതുപോലുള്ള കുറെ പൊട്ടന്മാർ ചെന്ന് പൂട്ടിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞത് അവർ ഹിന്ദുക്കളാണ്, അവർക്ക് പൂട്ടിക്കാനുള്ള അവകാശമുണ്ടത്രേ. ഇവരെയൊക്കെ ഹിന്ദുക്കളുടെ ഗണത്തിൽ ആരാണ് പെടുത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ഹിന്ദു മറ്റൊരു ഹിന്ദുവിനെ വിലക്കാറില്ല. അവരവരുടെ ഇഷ്ടമാണ് എന്ന് അവർക്കറിയാം. നമ്മളുടെ വേ ഓഫ് ലൈഫ്, നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് നമ്മുടെ മാത്രം സ്വാതന്ത്ര്യമാണ്, നമ്മുടെ മാത്രം ഇഷ്ടമാണ്. അപ്പൊ ഏതായാലും 2 ദിവസം മുമ്പ് വന്നൊരു വാർത്തയാണ്. ആ വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ KFC ഔട്ട്ലെറ്റ് അടപ്പിച്ച് ഹിന്ദു രക്ഷാദൾ. സാവൻ മാസത്തിൽ മാംസം വിൽക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഈ കട അടപ്പിച്ചത്. പോലീസ് നോക്കി നിൽക്കുകയാണ്. ജയ് ശ്രീറാം റാം വിളിച്ച് പ്രവർത്തകർ കട അടപ്പിച്ചത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഇത്തരത്തിലൊരു വാർത്ത കുറെ നാളുകളായി ഇത്തരം സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നാണ് ആ വാർത്ത എത്തുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? വിവരങ്ങൾ എന്താണ്? പ്രചരണത്തിലെ ഉത്തരേന്ത്യയിൽ ഈ ഹിന്ദുമത വിശ്വാസികൾക്ക് ഇപ്പോൾ ഈ സാവൻ മാസമാണ്. അത് അവർ പവിത്രമായി കരുതുന്ന ഒരു മാസമാണ്. മാത്രമല്ല ഈ സമയത്താണ് ഈ കൻവാർ യാത്രയും നടത്തുന്നത്. അതായത് ഹരിദ്വാറിൽ നിന്ന് ഈ ഗംഗാജലവുമായി വിശ്വാസികൾ ഈ കാൽനടയായിട്ട് ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു മാസം കൂടിയാണിത്. അങ്ങനെ ഈ വഴി കടന്നു പോകുന്ന ഈ കൻവാരികൾ കടന്നു പോകുന്ന ഈ വഴിയിലൊക്കെ ഈ മാംസം വിൽക്കുന്നത് തടഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശ് സർക്കുലർ ഒരു ഉത്തരവൊക്കെ ഇറക്കിയിരുന്നു. മാംസം വിൽക്കുന്നത് തടയുകയും ഒപ്പം തന്നെ അത് വിൽക്കുന്ന കടയുടെ പേര്, ഉടമയുടെ പേര് അത് പ്രദർശിപ്പിക്കുകയും ചെയ്യണമെന്നായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അതിനെതിരെ വലിയ വിമർശനവും ഉയർന്നിരുന്നു. അതിന് പിന്നാലെ ചില കടകളിലൊക്കെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നിരുന്നു. അത് എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ ഗാസിയാബാദിൽ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഗാസിയാബാദിലെ 2 കടകൾ, ഒന്ന് ഒരു KFC ഔട്ട്ലെറ്റും മറ്റൊരു നസീർ ഫുഡ്സ് എന്ന് പറയുന്ന മറ്റൊരു കടയും. ഈ 2 കടകളിലാണ് ഹിന്ദു രക്ഷാദൾ എന്ന് പറയുന്ന സംഘടനകൾ, അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ആ ഒരു കാവിക്കുടിയും ഏന്തി ജയ് ശ്രീറാം വിളിച്ച് ഭാരത് മാതാ കി ജയ് വിളിച്ച് ഈ കടയ്ക്കുള്ളിൽ കയറുകയും ഇതുപോലെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് മതം കയറിയ കുറെ പൊട്ടന്മാർ, മതം ഇളകിയ പൊട്ടന്മാരെന്ന് നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇവർക്ക് നിയമമില്ല, ഒന്നുമില്ല. സ്വാതന്ത്ര്യം എന്താണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കയറി കളിക്കരുതെന്ന് ഇവന്മാർ എന്നാണ് ഇനി പഠിക്കുന്നത്? അവിടെ ഒന്നും ഇതിനൊന്നും തടസ്സം നിൽക്കാൻ പോലും ആരുമില്ല. അവിടുത്തെ പോലീസുകാർ പോലും ഒന്നും മിണ്ടത്തില്ല. കാരണം അവരെന്തിനാ അവരുടെ തടി കേടാക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അവർ മിണ്ടാതെ നിൽക്കും. കാരണം അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെ അവർക്ക് ജോലി കാണത്തില്ല, അവർക്ക് തൊപ്പി കാണത്തില്ല. അൾട്ടിമേറ്റ്ലി അവർക്ക് വലുത് അവരുടെ തൊപ്പിയാണല്ലോ, അവരുടെ ജോലിയാണല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മതവും ഒന്നിനും എതിരല്ല. ആ മതം ഫോളോ ചെയ്യേണ്ടവർക്ക് ഫോളോ ചെയ്യാം. അതിനകത്ത് പരാമർശിച്ചേക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടവർക്ക് ഫോളോ ചെയ്യാം. മറ്റൊരാളത് ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം ആർക്കുമില്ല. യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു പരിപാടി കാണിക്കത്തില്ല.
യഥാർത്ഥ ഹിന്ദുക്കൾ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കത്തില്ല. കാരണം ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു സംസ്കാരം അത് അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ്, ഒരു ജീവിത രീതിയാണ് പരാമർശിക്കുന്നത്. ആ ജീവിത രീതി വേണമെന്നുള്ളവർക്ക് ഫോളോ ചെയ്യാം, അതിനകത്ത് പറഞ്ഞേക്കുന്നത് അതേപോലെ വേണമെന്നുള്ളവർക്ക് ഫോളോ ചെയ്യാം, കുറച്ച് മാത്രം മതിയെങ്കിൽ അത് മാത്രം അഡോപ്റ്റ് ചെയ്യാം. എല്ലാ മതങ്ങളും അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. മറ്റൊരാൾ ചെയ്യുന്നതിനെ എന്തിനാണ് വിലക്കുന്നത്? അത് KFCയുടെ സ്റ്റോറിലൊക്കെ പോയിട്ട് ശ്രീരാമനെ പറ്റിയിട്ടും ശ്രീരാമദേവന്റെ നാമം ജപിക്കുന്നു, അവർക്ക് ജയ് വിളിക്കുന്നു, അതിന്റെ മുദ്രാവാക്യം വിളിക്കുന്നു, ഭാരതമാതാവിന്റെ മുദ്രാവാക്യം വിളിക്കുന്നു. ഇവന്മാരത് പൊട്ടന്മാരാണോ? തലയ്ക്ക് വെളിവില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുത്തിയിരിക്കണം, അല്ലാതെ കൊടിയും തൂക്കി ഇങ്ങനെ ഇറങ്ങുകയല്ല ചെയ്യേണ്ടത്. ആരോട് പറയാനാണ്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വൈകാതെ തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ തന്നെ ഇവരൊക്കെ എടുത്ത് വല്ല കടലിലും കൊണ്ട് കളയും. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കൊണ്ട് കളയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫണ്ടമെന്റൽ റൈറ്റിന് എതിരാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരുത്തിന് KFC കഴിക്കണമെന്നുണ്ടെങ്കിൽ അവൻ പോയി കഴിക്കട്ടെ. ഇപ്പൊ അവിടെയുള്ള ബാക്കിയുള്ള ഹിന്ദുക്കൾ പൂജിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുണ്ടല്ലോ അവിടെ ഭക്ഷണം കഴിക്കുന്നേ, അവർക്ക് ചിലപ്പോൾ KFC എന്ന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായെങ്കിലോ അവര് പോയി കഴിച്ചോട്ടെ. അത് ചെയ്യരുത് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ആ കടയിലല്ലേ വിൽക്കുന്നേ, അവിടെ എന്തോ വലിയ സംഭവം നടക്കുകയാണ്, എന്തോ പൂജ നടക്കുകയാണ്, പ്രാർത്ഥന നടക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാര് റോഡിലൂടെ അല്ലേ പോകുന്നത്? അതിന്റെ സൈഡിൽ ഒരു KFC ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ KFC കണ്ടപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ദൗർബല്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കുഴപ്പമാണ്. നമ്മൾ നൊയമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഇപ്പം മീനും ഇറച്ചിയൊന്നും കൂട്ടാതെ നൊയമ്പ് നോക്കുന്ന ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ നൊയമ്പ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരാരും കഴിക്കത്തില്ല. എന്നാൽ ചില ആൾക്കാർ മടിയന്മാരെന്ത് ചെയ്യും? അത് കഴിക്കും. അപ്പോൾ നല്ല രീതിയിൽ നോക്കേണ്ട ആൾക്കാർക്ക് നല്ല രീതിയിൽ നോക്കാൻ അറിയാം. എന്ത് വലിയ ദൗർബല്യങ്ങൾ വന്നു കഴിഞ്ഞാലും അവരത് ചെയ്യും. അപ്പം ഇങ്ങനെ വിലക്കുന്നതിൽ ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഇല്ല, ഒരു ന്യായീകരണവും ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ഇവരെ ഒന്നും എതിർത്തില്ലെന്നുണ്ടെങ്കിൽ, ശിക്ഷ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു മൗലിക അവകാശങ്ങളും പിന്നെ അവശേഷിക്കത്തില്ല.